സാർ ഇങ്ങനെ കിടന്ന് ഓടാതെ കുറ്റങ്ങൾ ഏറ്റു പറഞ്ഞിട്ട് അവളോട് മാപ്പ് ചോദിച്ചൂടെ? എടാ, അങ്ങനെ മാപ്പ് ചോദിക്കാനായിട്ട് അവളുടെ മുമ്പിലേക്ക് ചെന്നാലേ അവിടെ തീരും എന്റെ ഭാവി. കമലേശ്വരത്തെ സമ്പത്ത് കണ്ടിട്ട് തന്നെയാ ഞാൻ എന്റെ മുറപ്പെടിനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത്. മഹാലക്ഷ്മി എങ്ങനെ എന്നെ കണ്ടു കഴിഞ്ഞാലേ പിന്നെ എന്റെ മുറപ്പെണ്ണുമില്ല, സമ്പത്തുമില്ല. അവളോട് മാപ്പ് പറഞ്ഞാ അവള് ചതിക്കൂ? എടാ, ഉറപ്പായിട്ടും ചതിക്കും. അവൾ എന്നെ കുറിച്ച് കണ്ണനോട് പറയില്ലേ, അവന്റെ കാലിനെ തളർച്ചയുള്ളൂ. തലേന്ന് പറയുന്നതേ ഒരു 1.5 തലയാ. അത് മാത്രമല്ല, നല്ല പ്രായത്തിലെത്തുന്നതിന് മുമ്പ് തന്നെ വീൽ ചെയറിലായതുകൊണ്ട് അവന് നമ്മളെപ്പോലെ സുന്ദരികളായ പെൺപിള്ളേരെ കാണുമ്പോ പിന്നാലെ പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ പെൺകുട്ടികളോട് മോശമായി പെരുമാറുന്നവരോട് അവന് തീർത്താ തീരാത്ത ദേഷ്യ. അത്തരക്കാരെ അവൻ അവന്റെ 7 അയലത്തോലും അടുപ്പിക്കില്ല. അയാളെ കണ്ടാലറിയാം ആളൊരു മാന്യനാണെന്ന്. എടാ, അതുകൊണ്ടാ പറഞ്ഞത്, ആ മാന്യനും മാന്യതയില്ലാത്ത അവളും തമ്മിലുള്ള ബന്ധം എത്രയും പെട്ടെന്ന് വേർപെട്ട് പോണോന്ന്. അവര് 2 ദിശയിലേക്ക് പോയാലേ അതിന്റെ ഇടയിലേക്ക് വീണ്ടും എനിക്ക് ഇടിച്ചു കയറി ചെല്ലാൻ പറ്റൂ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഫൈനാൻസേഴ്സിലൊക്കെ പൊയ്ക്കൊണ്ടിരുന്ന ഇപ്പൊ പോകുന്നില്ല. ജ്വല്ലറി മറ്റ് ബിസിനസ്സൊക്കെ നോക്കി നടത്തുക. ഇടയ്ക്ക് എന്നെ കണ്ണൻ അതേപ്പറ്റിയൊക്കെ വിളിച്ച് ചോദിച്ചിരുന്നു. എനിക്ക് പകരം മഹാലക്ഷ്മി ഇപ്പൊ അവിടെ ഉണ്ടല്ലോ. അതായിരുന്നു അവന് കൊടുത്ത മറുപടി. അങ്ങനെയല്ല പറയാൻ പറ്റൂ, അതല്ലാതെ അങ്ങോട്ടെങ്ങനെ കയറി ചെല്ലാൻ പറ്റുമോ? സാർ വിഷമിക്കേണ്ട സാറേ, അവളുടെ ഹൃദയത്തിൽ ഇപ്പോ ഞാനുണ്ട്. എടാ, ഉണ്ടെന്നിങ്ങനെ പറയാതെ എത്രയും പെട്ടെന്ന് അവളുടെ ഹൃദയത്തിൽ കയറി അവളെ കൊണ്ട് നിന്റെ പാട്ടിന് പോടാ. എടാ, അതിന് 1ഉം 2ഉം ഞാൻ തരുന്നത്. നിനക്കൊപ്പം അവൾ ഇറങ്ങി വന്ന് കഴിഞ്ഞാല് പിന്നെ മടങ്ങി വന്നിട്ട് കാര്യമൊന്നുമില്ല. അതിനുശേഷം അവൾ എന്ത് പറഞ്ഞാലും ആരും ഒന്നും വിശ്വസിക്കാൻ പോകുന്നില്ല, പ്രത്യേകിച്ച് കണ്ണൻ. അതുകൊണ്ട് അവളൊരു വഴിതെറ്റിയവളാണെന്ന് എത്രയും പെട്ടെന്ന് നീ കണ്ണന്റെ മുമ്പിൽ ചിത്രീകരിച്ചേ പറ്റൂ. പരമാവധി കാര്യങ്ങൾ വേഗത്തിലാക്കാൻ നോക്കാം സർ. ഒരു പാളിച്ച പറ്റിയാൽ അറിയാലോ, പിന്നെ നമ്മൾ വിചാരിച്ച പോലെയൊന്നും കാര്യങ്ങൾ നടക്കില്ല. സാർ ഏതായാലും ധൈര്യമായിട്ടിരിക്കെ. ഞാൻ ഇതുവരെ ഏറ്റെടുത്ത ജോലിയൊന്നും പരാജയപ്പെട്ടിട്ടില്ല. ഇവിടെയും മഹാലക്ഷ്മി ഞാൻ വിളിക്കുന്നിടത്തേക്ക് വരും. ഞാൻ മനസ്സിലാക്കിയിടത്തോളം കണ്ണന്റെ മുഖം അവളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞുകൊണ്ടിരിക്കുക. എന്താ ഇതുവരെ നിന്റെ മുഖം മാറിയില്ലല്ലേ? നീയൊന്നും കഴിച്ചിട്ടില്ലെന്ന് അമ്മ പറഞ്ഞല്ലോ. എനിക്ക് വിശപ്പില്ല. വിശക്കാൻ എന്താണ് ചെയ്യേണ്ടത്? നിന്റെ ബർത്ത്ഡേ അല്ലേ നാളെ? അതിന് ഞാൻ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് തന്നാലോ? എന്നെക്കൊണ്ട് നിനക്കൊന്നും വാങ്ങിത്തരാൻ പറ്റുന്നില്ലല്ലോ എന്നല്ലേ നിന്റെ പരാതി. അത് കാരണം എനിക്ക് ഇന്നലെ ഉറക്കം വന്നില്ല, ഇന്ന് ഫുഡും കഴിച്ചിട്ടില്ല. എന്നാ പിന്നെ ആ പരാതി തീർക്കാൻ തന്നെ കരുതി.
ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.